ഇന്നത്തെ ടോപ്പിക്ക് ബേസിക് ഇലക്ട്രിസിറ്റിയിലെ DC നെറ്റ്വർക്ക് തിയറംസ് ആണ്. നമുക്ക് നെറ്റ്വർക്ക് തിയറം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇലക്ട്രിക് നെറ്റ്വർക്ക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ സർക്യൂട്ട് മനസ്സിലാക്കുന്നതിനോടൊപ്പം സർക്യൂട്ടിലെ എലമെന്റ്സിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കുറച്ച് എലമെന്റ്സിനെ കുറിച്ചുള്ള ക്ലാസ് ആണ്. ഫസ്റ്റ് വൺ, സർക്യൂട്ട്. Circuit is a closed loop conducting path in which an electrical current flows. നമുക്കറിയാം ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്, ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിൽ മാത്രമേ കറണ്ട് ഫ്ലോ കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ടുള്ള ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പാത്ത്. എ സിംഗിൾ ലൈൻ ഓഫ് കണക്ടിങ് എലമെന്റ്സ് ഓർ സോഴ്സ്. എലമെന്റ്സ് ആണെങ്കിലും സോഴ്സ് ആണെങ്കിലും അവർ തമ്മിൽ ഒരു കണക്ട് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ പാത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നോഡ്. നോഡ് ഇസ് എ ജംഗ്ഷൻ ഓർ കണക്ഷൻ ഓർ ടെർമിനൽ വിത്തിൻ എ സർക്യൂട്ട് where two or more circuit elements are connected or joined together, giving a connection point between two or more branches. A node is indicated by a dot. ഇതിനകത്തുള്ള ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം നോഡ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, നോഡ് കാണിച്ചിട്ടുണ്ട്, നോഡ്സ് കാണിച്ചിട്ടുണ്ട്, ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഓരോ ജംഗ്ഷൻ ആണ്. രണ്ടോ അതിൽ കൂടുതൽ സർക്യൂട്ട് എലമെന്റ്സ് ജോയിൻ ചെയ്യുന്ന ജംഗ്ഷൻസിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. ഈ സർക്യൂട്ട് എലമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുന്നത്. രണ്ട് നോഡ്സിന്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസിനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ബ്രാഞ്ച് ഇസ് എ സിംഗിൾ ഓർ ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസ് such as resistors or a source which are connected between two nodes. Next, loop. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ലൂപ്പ് കാണിച്ചിട്ടുണ്ട് അല്ലെ. ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് പാത്ത് ആണ് where no circuit element or node is encountered more than once. ഒരു നോഡ് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ, അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് എലമെന്റ് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ആ പാത്തിൽ വരില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഇനിയുള്ള രണ്ട് ഇമ്പോർട്ടന്റ് ടേംസ് ആണ് പാസീവ് എലമെന്റും ആക്റ്റീവ് എലമെന്റും. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഈ ഒരു സർക്യൂട്ടിനകത്ത് സോഴ്സസ് ഉണ്ട്, റെസിസ്റ്റേഴ്സ് ഉണ്ട്, കപ്പാസിറ്റേഴ്സ് ഉണ്ട്, ഇൻഡക്ടേഴ്സ് ഉണ്ട്, എന്ത് വേണമെങ്കിലും വരാം അല്ലെ, കമ്പോണൻസ് എന്ത് വേണമെങ്കിലും ഉണ്ടാവാം. ഈ കമ്പോണൻസിനെ നമ്മൾ പാസീവ് എലമെന്റ് എന്നും ആക്റ്റീവ് എലമെന്റ് എന്നും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, പാസീവ് എലമെന്റ്. പാസീവ് എലമെന്റ് cannot ജനറേറ്റ് എനർജി. അതിന് സെൽഫ് ജനറേറ്റിംഗ് ഒരു കഴിവുണ്ടാവില്ല. അതിനെയാണ് നമ്മൾ പാസീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് കറണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ആ പാത്തിൽ കൂടി ഫ്ലോ ചെയ്യുന്ന, അതിന് ജസ്റ്റ് പാസ് ചെയ്യുന്ന മാത്രം പർപ്പസേ ആ എലമെന്റ്സിന് കാണുള്ളൂ. അതിന് ഉള്ള എക്സാമ്പിൾസ് ആണ് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്. ഇനി നെക്സ്റ്റ്, ആക്റ്റീവ് എലമെന്റ്. ആക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ സെൽഫ് ജനറേറ്റിംഗ്. ഒരു സെൽഫ് ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ദേ ക്യാൻ ജനറേറ്റ് എനർജി എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ് പവർ സപ്ലൈസ്, ബാറ്ററീസും ആംപ്ലിഫയേഴ്സും. അപ്പൊ ഇതൊക്കെ ഒരു നെറ്റ്വർക്ക് സർക്യൂട്ടിന്റെ ബേസിക് ടെർമിനോളജീസ് ആണ് ഇതെല്ലാം. ഇനി നെക്സ്റ്റ്, ഒരു സർക്യൂട്ടിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യം, ഒരു സർക്യൂട്ട് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യമാണ് ഒരു സോഴ്സും ഒരു ലോഡും. അപ്പൊ അതിലെ ഒരു സോഴ്സിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. സോഴ്സ് എന്നറിയാം നിങ്ങൾക്ക്, വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, കറണ്ട് സോഴ്സ് ഉണ്ടെന്ന് അറിയാം അല്ലെ.
ഈ സോഴ്സസിനെ നമ്മൾ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻഡിപെൻഡന്റും രണ്ട് ഡിപ്പെൻഡന്റും. ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോഴേക്കും വോൾട്ടേജ് ആയിക്കോട്ടെ കറണ്ട് ആയിക്കോട്ടെ ആ സർക്യൂട്ടിലുള്ള മറ്റു വോൾട്ടേജസിനെയോ കറണ്ടിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ റെപ്രസെന്റേഷൻ കാണാം. ഇൻഡിപെൻഡന്റ് സോഴ്സിനെല്ലാം നമ്മൾ സർക്കിളിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അത് പോസിറ്റീവ് നെഗറ്റീവ് പ്ലസ് മൈനസ് സൈൻ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. കറണ്ട് ആണെങ്കിൽ ഒരു ആരോ യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നതിന് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാറ്ററി ആൻഡ് ജനറേറ്റേഴ്സ്. അത് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ വരുന്ന മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് കറണ്ട് സോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഇതിനെയൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇതൊന്നും ആ സർക്യൂട്ടിൽ ഉൾപ്പെടുന്ന വേറെ ഒരു എലമെന്റ്സിലൂടെയുള്ള വോൾട്ടേജിനെയോ കറണ്ടിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഡിപ്പെൻഡ് ചെയ്യാത്ത എല്ലാ സോഴ്സസിനെയും നമ്മൾ ഇൻഡിപെൻഡന്റ് സോഴ്സ് എന്നാണ് പറയുന്നത്. അടുത്തത് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് ഓർ കറണ്ട് സോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിപ്പെൻഡന്റ് എന്ന് പറയുമ്പോൾ ആ സർക്യൂട്ടിലുള്ള നിങ്ങൾക്ക് തന്നിരിക്കുന്ന സർക്യൂട്ടിനകത്തെ ഒരു വോൾട്ടേജിനെയോ കറണ്ടിനെയോ ഈ സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഫിഗേഴ്സിലോട്ടൊന്ന് ജസ്റ്റ് നോക്കാം. ഈ ഫിഗേഴ്സിൽ ഡിപ്പെൻഡന്റ് സോഴ്സ് ആവുമ്പോൾ ജനറലി ഈ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് നെഗറ്റീവ് സൈൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ അതൊരു വോൾട്ടേജ് സോഴ്സും ആരോ യൂസ് ചെയ്തിട്ടാണെങ്കിൽ അതൊരു കറണ്ട് സോഴ്സും ആയിട്ടായിരിക്കും ആക്ട് ചെയ്യണേ. ഇനി ഈ ഡിപ്പെൻഡന്റ് സോഴ്സിനെ നമ്മൾ ഓരോ ഇക്വേഷൻസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഫസ്റ്റ് ഫിഗർ നോക്കാം. ഫസ്റ്റ് ഫിഗറിൽ ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. അതിന് കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? 4ix വോൾട്ട് വേർ ix is some current through an element. അതായത് ഈ വോൾട്ടേജ് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്തിനെ? കറണ്ടിനെ. ix എന്ന് പറഞ്ഞ കറണ്ടിനെ ഈ വോൾട്ടേജ് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ എലമെന്റിനെ നമ്മൾ എന്ത് വിളിക്കും? കറണ്ട് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്. ഇനി രണ്ടാമത്തെ സർക്യൂട്ട് നോക്കൂ. ആരോ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പൊ അതൊരു കറണ്ട് സോഴ്സ് ആണ്. അപ്പൊ ഇക്വേഷൻ എന്താണ്? 4Vx. 4Vx എന്ന് പറയുമ്പോൾ അത് Vx എന്ന് പറയുന്ന വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു എലമെന്റിനെ നമ്മൾ എന്ത് പറയും? വോൾട്ടേജ് ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ഫിഗർ. അതില് പ്ലസ് മൈനസ് ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. ഇക്വേഷൻ എന്താണ്? 4Vx. അപ്പൊ അത് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ വോൾട്ടേജ് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്. അതുപോലെ ഫോർത്ത് ഫിഗറിൽ ആരോ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കറണ്ട് സോഴ്സ് ആണ്. ഇക്വേഷൻ 7ix ആംപിയർ എന്നാണ്. അപ്പൊ അത് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് കറണ്ട് ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഐഡിയൽ ആൻഡ് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, നമ്മളൊരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പറയണം. അതായത് നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ആ ഒരു വോൾട്ടേജ് സോഴ്സിൽ നമ്മുടെ സർക്യൂട്ടിലേക്ക് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് കിട്ടണം. ഒരു കോൺസ്റ്റന്റ് പവർ സപ്ലൈ നമുക്ക് കിട്ടണം. അതാണ് നമ്മുടെ ഉദ്ദേശം അല്ലെ? അപ്പൊ ഐഡിയലി പറയുകയാണെങ്കിൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് ഇസ് എ കോൺസ്റ്റന്റ് വോൾട്ടേജ് പ്രൊവൈഡർ വിത്ത് സീറോ ഇന്റേണൽ റെസിസ്റ്റൻസ്. അതായത് ഈ സോഴ്സിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല ഐഡിയലി. ഇപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും സംഭവിക്കുന്നില്ല.
നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇപ്പൊ 10 വോൾട്ടിന്റെ ഒരു വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ 10 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് എപ്പോഴും ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിന് ഉണ്ടാകും. ഒരു ചെറിയ റെസിസ്റ്റൻസ് വാല്യൂ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള വോൾട്ടേജ് സോഴ്സിന് ഉണ്ടാകും. ആൻഡ് ആ ഇന്റേണൽ റെസിസ്റ്റൻസ് എപ്പോഴും വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ അറിയാം, ഈ വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ടാണ് RS ഇന്റേണൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് VS മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RS. ഇതായിരിക്കും നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോ പ്രാക്ടിക്കലി വോൾട്ടേജ് സോഴ്സിന് VS എന്നൊരു വോൾട്ടേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാലും പ്രാക്ടിക്കലി എന്ത് സംഭവിക്കും? ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് കാരണം ഒരു ഡ്രോപ്പ് ഉണ്ടാവുന്നുണ്ട്. ഈ ക്യാര ഒന്ന് നോക്കിയാൽ മതി, VI ക്യാര ഒന്ന് ശ്രദ്ധിക്കുക. ഇതില് VS എന്ന് പറഞ്ഞ് ഐഡിയൽ കണ്ടീഷനിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് വേറെ ഡ്രോപ്പ് ഒന്നുമില്ല. ഐഡിയൽ കണ്ടീഷനിൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് ഇസ് പ്രൊവൈഡിങ്. പക്ഷെ പ്രാക്ടിക്കലി it has some internal resistance and there will be a drop of I into RS. Okay, അപ്പൊ ഓർക്കുക, ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന് 0 ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന് 0 ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. ഇത് മറക്കരുത്. അത് ഓർത്തിരിക്കാൻ എളുപ്പം എന്താ, നമുക്ക് വോൾട്ടേജ് സോഴ്സിൽ നിന്ന് ഫുൾ ഔട്ട്പുട്ട് കിട്ടണം. അപ്പൊ ഡ്രോപ്പ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ 0 ഇന്റേണൽ റെസിസ്റ്റൻസ്. നെക്സ്റ്റ് കറണ്ട് സോഴ്സ്. കറണ്ട് സോഴ്സ് ഐഡിയലി പറയുമ്പോൾ നമുക്ക് എന്താണ്, ഫുൾ കറണ്ട് നമുക്ക് കിട്ടണം. വേറെ ഒരു സ്ഥലത്തും ഡ്രോപ്പായി പോകരുത്. ഇതാണ്, വേറെ ഒരു സ്ഥലത്തും കറണ്ട് പാസ് ചെയ്തു പോകരുത്. അപ്പോ അതിന് വേണ്ടത് നമുക്ക് ഈ ഒരു തേർഡ് ഫിഗർ നോക്കിയാൽ മതി. അതിന് നമുക്ക് വേണ്ടത് ഈ കറണ്ടിന് പാരലൽ ആയിട്ട് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ അത് ഹൈ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കണം. ഹൈ ഇന്റേണൽ റെസിസ്റ്റൻസ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് കൂടുമ്പോൾ ആ പാത്തിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ ഉണ്ടാവുമോ? ഇല്ല അല്ലെ. ആ പാത്തിൽ കൂടിയുള്ള റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ആ പാത്തിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ കുറവായിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സ്റ്റഡി ആയിരിക്കും. അപ്പൊ ഐഡിയലി നമുക്ക് കറണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണം, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടണം. അതായത് വേറെ കറണ്ട് വേറെ പാത്തിൽ കൂടി ഒന്നും ഫ്ലോ ചെയ്യാതെ കിട്ടണം. പക്ഷെ പ്രാക്ടിക്കലി ഈ ISന് പാരലൽ ആയിട്ട് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിന് അക്രോസ് Vout ബൈ RP എന്നൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കറണ്ട് കഴിഞ്ഞിട്ടുള്ള ബാലൻസേ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ. അപ്പോൾ ഹൈ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴേക്കും ഇൻഫിനിറ്റ് ആണ് നമ്മൾ ഐഡിയലില് പറയുന്നത്. അപ്പൊ ഓർക്കുക, ഐഡിയൽ കറണ്ട് സോഴ്സിന് ഇൻഫിനിറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കും. പ്രാക്ടിക്കലി ഹൈ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇനി നമ്മൾ സർക്യൂട്ട്സ് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സർക്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ സോഴ്സിന് കുറെ കൺസ്ട്രെയിൻസ് ഉണ്ട്. അതായത് ഞാനിത് ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് ഫിഗർ നോക്കുകയാണെങ്കിൽ 2 വോൾട്ടേജ് സോഴ്സസ് കൊടുത്തിരിക്കുകയാണ് പാരലൽ ആയിട്ട് അല്ലെ. ബിറ്റ്വീൻ A ആൻഡ് B പാരലൽ ആയിട്ട് 2 വോൾട്ടേജ് സോഴ്സ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ വോൾട്ടേജ് സോഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ
സെയിം വോൾട്ടേജ് ആണെങ്കിൽ മാത്രമേ ആ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ വാലിഡ് ആവുള്ളൂ. അതേപോലെ സെക്കൻഡ് പോയിന്റ്, സീരീസ് ആയിട്ട് രണ്ട് കറണ്ട് സർക്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ടും സെയിം വാല്യൂ ആണെങ്കിൽ ആ കണക്ഷൻ വാലിഡ് ആവുള്ളൂ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതുപോലെ സീരീസ് സർക്യൂട്ടിനകത്ത് എന്താണ് സെയിം ആയിരിക്കണം കറണ്ട് പോകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ പാരലൽ സർക്യൂട്ടിൽ സെയിം വോൾട്ടേജ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. ഒരു പാരലൽ സർക്യൂട്ടിൽ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ഒരു സീരീസ് സർക്യൂട്ടിൽ രണ്ട് കറണ്ട് സോഴ്സ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അതനുസരിച്ച് ഈ തേർഡ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാരലൽ സർക്യൂട്ട് ആണ്. അതിൽ ഒരു സൈഡിൽ 10 വോൾട്ടും മറ്റേ സൈഡിൽ 5 വോൾട്ടും ആണ്. അപ്പൊ ഇത് ഇൻവാലിഡ് ആണ്. അത് പാരലി നമുക്ക് എപ്പോഴും സെയിം വോൾട്ടേജ് കിട്ടണം പാരലൽ കണക്ഷനിൽ. ഇനി ഒരു സീരീസ് കണക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതിൽ നോക്കൂ, ഫസ്റ്റ് ഒരു 5 ആംപിയർ ആണ് വന്നിട്ടുള്ളത്, സെക്കൻഡ് ഒരു 2 ആംപിയർ ആണ് വന്നിരിക്കുന്നത്. പക്ഷെ രണ്ടും ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് ഈ ഒരു കണക്ഷൻ ഇൻവാലിഡ് ആയിരിക്കും. ഇനി നെക്സ്റ്റ്, ഈ സർക്യൂട്ടിൽ ഒരു 10 വോൾട്ടേജിന്റെ സോഴ്സ് ഉണ്ട്, വോൾട്ടേജ് സോഴ്സും ഉണ്ട്, 5 ആംപിയറിന്റെ ഒരു കറണ്ട് സോഴ്സും ഉണ്ട്. ഇത് നമുക്ക് പ്രോബ്ലം ഇല്ല, ഇത് വാലിഡ് ആയിട്ടുള്ള കണക്ഷൻ ആണ്. ഓക്കെ, രണ്ടും രണ്ട് സോഴ്സ് ആണ്, അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. ഇനി ഇവിടെ ആണെങ്കിൽ ഈ ഒരു ഫിഗറിൽ രണ്ടും വോൾട്ടേജ് സോഴ്സാ, ഒരെണ്ണം ഇൻഡിപെൻഡന്റും ഒരെണ്ണം ഡിപ്പെൻഡന്റും ആണ്. അതിനകത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളതിന് വോൾട്ടേജ് 5 വോൾട്ടും ഉണ്ട്, ഡിപ്പെൻഡന്റ് ആയതിന് 3 × Vx എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ Vx ഇവിടെ ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സാ 5 വോൾട്ട്. അപ്പൊ ഡിപ്പെൻഡന്റില് 3 × 5 15 വോൾട്ട് വരും. അപ്പൊ ഒരു ബ്രാഞ്ചിൽ 5 വോൾട്ടും ഒരു ബ്രാഞ്ചിൽ 15 വോൾട്ട് പാരലൽ. ഇത് പോസിബിൾ ആണോ? അല്ല. അപ്പൊ കണക്ഷൻ ഇൻവാലിഡ് ആയിരിക്കും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിലോ, ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഒരെണ്ണം വോൾട്ടേജ് സോഴ്സും ഒരെണ്ണം കറണ്ട് സോഴ്സും ആണ്. അപ്പൊ അത് നോ പ്രോബ്ലം, അത് വാലിഡ് ആണ്. അതേപോലെ നെക്സ്റ്റ് ഫിഗറിലും ഒരെണ്ണം കറണ്ട് സോഴ്സും ഒരെണ്ണം വോൾട്ടേജ് സോഴ്സും ആണ്, ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സും ആണ്. അപ്പൊ അതും വാലിഡ് ആണ്, പ്രശ്നമില്ല. ഇനി ഫോർത്ത്, ഈ ഫിഗറിൽ ലാസ്റ്റ് ഫിഗറിൽ രണ്ടും കറണ്ട് സോഴ്സ് ആണ്. അപ്പൊ ഇത് എന്താണ്, കറണ്ട് സോഴ്സ് ആവുമ്പോഴേക്കും പറഞ്ഞിട്ടുണ്ട് ഈക്വൽ വാല്യൂസ് ആയിരിക്കണം എന്ന്. അപ്പൊ ഇതില് അനുസരിച്ച് വരുമ്പോൾ ഒരു ബ്രാഞ്ചിൽ ഒരു സൈഡിൽ വന്നിരിക്കുന്ന 2 ആംപിയറും മറ്റേ സൈഡിൽ വന്നിരിക്കുന്നത് 6 ആംപിയറും ആണ്. അപ്പം ഈ സർക്യൂട്ട് അനുസരിച്ച് അതിന്റെ ഫ്ലോയും കറക്റ്റ് അല്ല, ഡയറക്ഷനും കറക്റ്റ് അല്ല. അപ്പൊ ഇത് ഇൻവാലിഡ് ആണ്. നെക്സ്റ്റ് ലോസ് ആണ്. ഇനി കിർച്ചോഫ് സർക്യൂട്ട് ലോ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ലോസ് ആണ്. അപ്പം ഈ കിർച്ചോഫ് സർക്യൂട്ട് ലോ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ സാധാരണ നമുക്കൊരു ചെറിയൊരു സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് ഓംസ് ലോ യൂസ് ചെയ്ത് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ കോംപ്ലക്സ് സർക്യൂട്ടിലേക്ക് വരുന്ന കേസിൽ, അതായത് കുറെ നെറ്റ്വർക്ക്സ് വരുന്ന കേസിൽ, ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ടി നെറ്റ്വർക്ക്, പൈ നെറ്റ്വർക്ക്, അങ്ങനെ പലതരം സർക്യൂട്ട്സ് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കോംപ്ലക്സ് ആയിട്ട് വരുന്ന സർക്യൂട്ട്സിനകത്ത് നമുക്ക് ഈ ഓംസ് ലോ കൊണ്ട് മാത്രം അതിലെ വാല്യൂസ്, അതായത് അതിന്റെ വോൾട്ടേജോ കറണ്ടോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം കോംപ്ലക്സ് സർക്യൂട്ട്സിന് വേണ്ടിയിട്ടാണ് ഇനി അങ്ങോട്ടുള്ള സർക്യൂട്ട് ലോസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് കിർച്ചോഫ് സർക്യൂട്ട് ലോ. കിർച്ചോഫ് സർക്യൂട്ട് ലോയിൽ 2 ലോസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ലോ ആണ് കറണ്ട് ലോ, KCL, കിർച്ചോഫ് കറണ്ട് ലോ. It states that total current or charge entering a junction or node is exactly equal to the charge leaving the node, as it has no other place to go except to leave, as no charge is lost within the node. ഇത്രയേ ഉള്ളൂ.
അതായത് ഒരു നോഡിലേക്ക് എൻ്റർ ചെയ്യുന്ന കറൻസും ലീവ് ചെയ്യുന്ന കറൻസിന്റെയും ഓൾജിബ്രായിക് സം എടുക്കുകയാണെങ്കിൽ അത് 0 ആണ്. ഇത്ര ഓർത്താൽ മതി. ഒരു സർക്യൂട്ടിൽ ഒരു നോഡ്, ഈ ഫിഗർ നോക്കുക, ഒരു സർക്യൂട്ടിലെ ഒരു നോഡ് അല്ലെ. അപ്പം എത്രത്തോളം കറണ്ട് എൻ്റർ ചെയ്യുന്നോ അതെല്ലാം ലീവ് ചെയ്യണം അല്ലെ. ഇപ്പം കറണ്ടിനെ വെച്ച് പറയുകയാണെങ്കിൽ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് അല്ലെ, കറണ്ട് ചാർജ് റേറ്റ് ആണ് അല്ലെ. അപ്പം എത്രത്തോളം ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നോ എൻ്റർ ചെയ്യുന്നോ അത്രയും ഇലക്ട്രോൺസ് തന്നെ പുറത്തോട്ട് വരണം. അതായത് എത്രത്തോളം ചാർജ് എൻ്റർ ചെയ്യുന്നോ അത്രയും ചാർജ് തന്നെ പുറത്തോട്ട് വരണം. അതാണ് ഇതിന്റെ സിമ്പിൾ മീനിങ്. അതായത് കറണ്ട് എൻ്ററിങ് ഇസ് ഈക്വൽ ടു കറണ്ട് ലീവിങ്. അപ്പൊ ഒരു നോഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻ പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുന്ന മെത്തേഡ് നോഡൽ അനാലിസിസിലൂടെ ആയിരിക്കും. നോഡൽ അനാലിസിസ്. അപ്പൊ അത് ക്വസ്റ്റ്യൻ വരാം, KCL മെത്തേഡ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലൂപ്പ് അനാലിസിസ് ആണോ അല്ലെങ്കിൽ മെഷ് അനാലിസിസ് ആണോ നോഡൽ അനാലിസിസ് ആണോ. അപ്പൊ നോഡാണ് എന്ന് ഓർക്കുക. കറണ്ട് ലോ എന്ന് പറയുന്നത് ഒരു ജംഗ്ഷനിലാണ് കറണ്ട് ഫ്ലോ നോക്കുന്നത് എന്ന് ഓർക്കുക. നോഡ് അനാലിസിസ് ആയിരിക്കും അതിൽ നടക്കുന്നത്. കറണ്ട് എൻ്ററിങ് ദ നോഡ് ഇസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് ദ നോഡ്. ഇത്രയും കാര്യങ്ങൾ കറണ്ട് ലോയിൽ ഓർത്ത് വെക്കുക. അതിൽ തന്നെ ഒരു പോയിന്റ് ആണ് കറണ്ട്. ഞാൻ പറഞ്ഞു ചാർജ് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. കറണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചാർജ് ഫ്ലോ പെർ യൂണിറ്റ് ടൈം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കറണ്ട് ലോ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്ന ലോയിനെ നമ്മൾ ഒബേ ചെയ്യും. അപ്പൊ ഓർക്കുക, KCL എന്ന് പറയുന്നത് കറണ്ട് റിലേറ്റഡ് ആണ് അല്ലെ. എൻട്രിങ്ങും ലീവിങ്ങും ഈക്വൽ ആയിരിക്കും. ഒരു ജംഗ്ഷനെ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് ഇത് നോഡൽ അനാലിസിസ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. കറണ്ട് ചാർജുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് കീപ്പ് ചെയ്യുന്നത്. ഇത്രയും കാര്യം ഓർക്കുക. നെക്സ്റ്റ് സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് വോൾട്ടേജ് ലോ, KVL, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, states that in any closed loop network the total voltage around the loop is equal to the sum of all the voltage drops within the same loop, which is also equal to 0. എന്താണ് പറയുന്നത്? വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് ഇൻ ദ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. അതായത് സം ഓഫ് ഓൾ ദ വോൾട്ടേജ് ഡ്രോപ്പ് എറൗണ്ട് ദ ലൂപ്പ്. ഒരു ലൂപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലോ പറയുന്നത്. അപ്പൊ ഒരു ലൂപ്പിനകത്തുള്ള എല്ലാ വോൾട്ടേജ് ഡ്രോപ്പിന്റെയും ഓൾജിബ്രായിക് സം എടുക്കുകയാണെങ്കിൽ അത് 0 ആണ്. അപ്പൊ ലൂപ്പിനെ ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ ഇതിനെ മെഷ് അനാലിസിസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്. കൂടാതെ ഇതെന്തിനെ ബേസ് ചെയ്തിട്ടാ? വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ പൊട്ടൻഷ്യലിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്യും. ഓർത്ത് വെക്കുക, വോൾട്ടേജ് ആണ് സം ഓഫ് ഓൾ വോൾട്ടേജ് ഡ്രോപ്പ് വിത്തിൻ ദ ലൂപ്പ് ഇസ് 0. അതുകൊണ്ട് തന്നെ ലൂപ്പ് ആയതുകൊണ്ട് തന്നെ മെഷ് അനാലിസിസ് ആണ് ഉപയോഗിക്കുന്നത്. കൂടാതെ കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ 3 പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്, MCQയിൽ ചോദിക്കാം. നെക്സ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ. അതായത് ഒരു ഷോർട്ട് സർക്യൂട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സർക്യൂട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു എലമെന്റ് ഷോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഷോർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഷോർട്ട് ചെയ്യുക മീൻസ് അതിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ഉണ്ട് അല്ലെ. കറണ്ട് ഫ്ലോ ഉണ്ട്, ബട്ട് എന്താണ്? വോൾട്ടേജ് ഈക്വൽ ടു 0 ആണ്. അതായത് ഷോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുക ആ റെസിസ്റ്റൻസിനെ എടുത്തു കളഞ്ഞിട്ട് നമ്മളൊരു ലൈൻ വരക്കുകയാണ് അല്ലെ. അവിടെ റെസിസ്റ്റൻസ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ കറണ്ട് ഫ്ലോ ഉണ്ടാവും, പക്ഷെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവോ? ഇല്ല. അപ്പൊ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഐഡിയലി ഒരു 0 വോൾട്ടേജിന്റെ വോൾട്ടേജ് സോഴ്സ് ആണ്. അതായത് 0 വോൾട്ടേജ് തരുന്ന
ഒരു വോൾട്ടേജ് സോഴ്സ് ആണ് ഐഡിയൽ കണ്ടീഷനിൽ. ഇനി അതുപോലെ തന്നെ ഉള്ള ഒരു ടേമാണ് ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ആ റെസിസ്റ്ററിനെ എടുത്ത് കളയുന്നു. ഒരു ബ്രാഞ്ച് ആലോചിച്ചാൽ മതി, റെസിസ്റ്റർ എടുത്ത് കളയുന്നു. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? അപ്പൊ കറണ്ട് ഫ്ലോയ്ക്ക് ഒരു പാത്ത് അവിടെ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ ബ്രാഞ്ചിലെ കറണ്ട് 0 ആയിരിക്കും, പക്ഷെ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതായത് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻഫിനിറ്റി ആവുമ്പോൾ കറണ്ട് =0 ആണ്, പക്ഷെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് മേ ബി ഉണ്ടാവാം. അപ്പൊ ഈ കറണ്ട് 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഓപ്പൺ സർക്യൂട്ടിനെ ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു 0 ആംപിയർ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അതും ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് തെവെനിൻ തിയറം. ഇപ്പോ തെവെനിൻസ് നോർട്ടൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ രണ്ട് തിയറമും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ട്സ്, അതായത് ഒരുപാട് വോൾട്ടേജ് സോഴ്സസ് ഉണ്ടെന്ന് വിചാരിക്കുക, കറണ്ട് സോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഒരു നെറ്റ്വർക്ക്, ലീനിയർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് വിച്ച് കണ്ടെയ്ൻസ് സെവറൽ EMF സോഴ്സ് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് വിചാരിക്കുക. ആ ഒരു സർക്യൂട്ടിനെ നമുക്ക് ഒരു തെവെനിൻ ഈക്വലന്റ് സർക്യൂട്ടിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് കോംപ്ലക്സ് ആയിട്ടൊരു സർക്യൂട്ടിനെ സിംപ്ലി ഒരു വോൾട്ടേജ് സോഴ്സും അതിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്ററും ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് തെവെനിൻസ് തിയറം പറയുന്നത്. അതായത് ഒരു റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിനെ, നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ഈ ഫിഗറിൽ നോക്കുക. അപ്പൊ ഇതിനകത്ത് റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആണിത്. V1 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, R1, R2, R3 എന്ന് പറയുന്ന 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഇതിന്റെ ഒരു തെവെനിൻ ഈക്വലന്റ് സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോ ഇതിന് ചെയ്യുന്നത്, ഈ ഒരു വലിയ സർക്യൂട്ടിനെ നമ്മൾ ഒറ്റ വോൾട്ടേജ് സോഴ്സും അതിന് സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, ഒരു സീരീസ് റെസിസ്റ്റൻസും വെച്ചിട്ടാണ് നമ്മൾ ഈക്വലന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതില് എങ്ങനെയാണ് നമ്മൾ ഈ തെവെനിൻ ഈക്വലന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ ആദ്യം നമുക്ക് തെവെനിൻ വോൾട്ടേജ് കണ്ടുപിടിക്കണം. തെവെനിൻ വോൾട്ടേജ്. അപ്പോ തെവെനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് is the open circuit voltage at terminals A and B. അപ്പോ ഈ കാണുന്ന എയും ബിയും ടെർമിനലിന് ഇടയിലുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് എന്ത്? തെവെനിൻ വോൾട്ടേജ്. അതേപോലെ ഈ തെവെനിൻ വോൾട്ടേജിന് സീരീസ് ആയിട്ടൊരു റെസിസ്റ്റൻസും വരണം, അല്ലെ? തെവെനിൻ ഈക്വലന്റ് റെസിസ്റ്റൻസ് കിട്ടണം, RTH. ഈ RTH എന്ന് പറയുന്നത്, ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, എല്ലാ സോഴ്സിനെയും അതിൻ്റെതായ ഈക്വലന്റ് സർക്യൂട്ട്സ്, ഈക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ സർക്യൂട്ടുമായിട്ട് റീപ്ലേസ് ചെയ്തതിന് ശേഷം എടുക്കുന്ന ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ്. അതായത് ഒരു സർക്യൂട്ടില് വോൾട്ടേജ് സോഴ്സുകളെ എല്ലാം ഷോർട്ട് ചെയ്യുകയും കറണ്ട് സോഴ്സിനെ എല്ലാം ഓപ്പൺ ചെയ്യുകയും ചെയ്തതിന് ശേഷം ഈ AB ടെർമിനലിന് അക്രോസ് ഉള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് എടുക്കുക. അതാണ് തെവെനിൻ ഈക്വലന്റ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഈ തെവെനിൻ തിയറം പറയുന്നത് എന്താണ്? എ റെസിസ്റ്റീവ് സർക്യൂട്ട് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ one voltage source and one series resistor. The Thevenin equivalent voltage VTH is the open circuit no load voltage between two output terminals in a circuit. The Thevenin equivalent resistance RTH is the total resistance appearing between two terminals in a given circuit with all sources replaced by internal resistance. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സോഴ്സസിനെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിട്ട് റീപ്ലേസ് ചെയ്യണം എന്നല്ലേ. അപ്പൊ വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഷോർട്ട് ചെയ്യുന്നത്? വോൾട്ടേജ് സോഴ്സിന്റെ, ഐഡിയൽ ഒരു വോൾട്ടേജ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്?
സീറോ ആണ്. അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് സീറോ ആവാന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഷോർട്ട് സർക്യൂട്ട് ആണ് വേണ്ടത്. അതേപോലെ ഒരു ഐഡിയൽ കറന്റ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താ, ഇൻഫിനിറ്റി ആണ്. അപ്പൊ കറന്റ് സോഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. അപ്പൊ ഒരു സർക്യൂട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്യുക, കറന്റ് സോഴ്സിനെ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് തന്നിരിക്കുന്ന ടെർമിനൽസിന് ഇടയിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് RTh. ഓക്കെ, അപ്പൊ ഈ ഒരു സർക്യൂട്ടിന് വാല്യൂസ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ. ഇ എന്ന് പറയുന്നത് തെവനിൻ വോൾട്ടേജ്. തെവനിൻ വോൾട്ടേജ് നമുക്ക് എക്കും ബിക്കും ഇടയിലുള്ള VAB വരണം. അപ്പം ഏതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിരിക്കും, ഈ റെസിസ്റ്റൻസ് 3 R3ക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. അപ്പൊ വോൾട്ടേജ് ഡിവൈഡഡ് റൂൾ അനുസരിച്ച് ടോട്ടൽ വോൾട്ടേജ്, അതായത് V1 ഇൻറ്റു R3 ബൈ R1 പ്ലസ് R3 ആയിരിക്കും VTh. അതേപോലെ റെസിസ്റ്റൻസ്, തെവനിൻ റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഈ വോൾട്ടേജ് സോഴ്സിനെ V1 ഷോർട്ട് ചെയ്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ എന്തുണ്ട്, R1 പാരലൽ R3 ഇൻ സീരീസ് വിത്ത് R2. അതാണ് R ഇസ് ഈക്വൽ ടു R2 പ്ലസ് R1 R3 ബൈ R1 പ്ലസ് R3. ഓക്കെ, അപ്പൊ ഓർക്കുക, തെവനിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ വോൾട്ടേജിന്റെ കൂടെ റെസിസ്റ്റൻസ് സീരീസിലാണോ പാരലലാണോ എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഓർക്കുക, തെവനിൻസ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് സോഴ്സ് വിത്ത് സീരീസ് റെസിസ്റ്റൻസ്. ഇത്ര ഓർക്കുക. തെവനിൻ വോൾട്ടേജ് ആണെങ്കിൽ എന്തെടുക്കുക, ഓപ്പൺ ടെർമിനലിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. അതേപോലെ RTh, തെവനിൻ ഈക്വൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്യുകയും കറന്റ് സോഴ്സിനെ ഓപ്പൺ ചെയ്തതിന് ശേഷം വരുന്ന ഈക്വലന്റ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോർട്ടൺസ് തിയറം. നോർട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ സർക്യൂട്ട് ഓർക്കുക. ഈ ഒരു ഫിഗർ നോക്കുക. സർക്യൂട്ടിനകത്ത് ഒരു കറന്റ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റർ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് നമുക്ക് ഇതേപോലൊരു സർക്യൂട്ട് നമുക്ക് കിട്ടുകയാണ്. അപ്പൊ ഈ ഒരു സർക്യൂട്ടിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ നോർട്ടൺ ഈക്വലന്റ് ആക്കണം. അപ്പൊ നോർട്ടൺ ഈക്വലന്റ് ആക്കണമെങ്കിൽ ആദ്യം നോർട്ടൺ ഈക്വലന്റ് കറണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആ കറണ്ട് എന്ന് പറയുന്നത് ഈ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഈക്വലന്റ് റെസിസ്റ്റൻസ്. ഇതാണ് ഈ I എന്ന് പറയുന്ന കറണ്ട്. I അല്ലെങ്കിൽ IN എന്ന് റെപ്രസെന്റ് ചെയ്യും. നോർട്ടൺസ് കറണ്ട് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ്. ഇപ്പൊ ഈക്വലന്റ് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കുന്ന മെത്തേഡ് സെയിം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ടും കറന്റ് സോഴ്സിനെ ഓപ്പണും ആയിട്ട് റീപ്ലേസ് ചെയ്തതിന് ശേഷം തന്നിരിക്കുന്ന ടെർമിനൽസിന് ഇടയിലുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ്, അത് നോർട്ടൺ ആണെങ്കിലും തെവനിൻ ആണെങ്കിലും മെത്തേഡ് സെയിം ആണ്. ഓക്കെ, അപ്പോ നമ്മള് നോർട്ടണില് IN, അതായത് നോർട്ടൺ ഈക്വലന്റ് കറണ്ട് നോക്കുന്നത് ഈ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ദി ഈക്വലന്റ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ അത് ഈ ഇക്വേഷനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ VAB എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വോൾട്ടേജ് ഡിവൈഡർ റൂൾ വെച്ചിട്ട് നമ്മൾ VAB കണ്ടുപിടിക്കുന്നു. ഈ VAB ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ കറന്റ് സോഴ്സ്. അതിന് പാരലൽ ആയിട്ട് എന്ത് വരണം, ഈ തെവനിൻ ഈക്വലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ആ റെസിസ്റ്റൻസ് കിട്ടണം. ഓക്കെ, അപ്പൊ നോർട്ടൺസ് തിയറം എന്ന് പറയുന്നത് ഓർക്കുക, എ റെസിസ്റ്റീവ് സർക്യൂട്ട് can be represented by one current source and one parallel resistor. The Norton equivalent current is the open circuit no load voltage between two output terminals in a circuit divided by the resistance. ഇതിൽ നോക്കിയാൽ മതി, ഈ ഫിഗറിലൊന്ന് നോക്കിയാൽ മതി. നോർട്ടൺ കറണ്ട് ഇസ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ദി റെസിസ്റ്റൻസ്. ഇനി നെക്സ്റ്റ് the Norton equivalent resistance എന്ന് പറയുന്നത് total resistance appearing between two terminal in a given circuit with all sources replaced by internal resistance. Okay, ഇനി
ഈ രണ്ട് തിയറംസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സർക്യൂട്ട്സിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു വോൾട്ടേജ് സീരീസിന് സോഴ്സിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ഈക്വലന്റ് ആണ് എന്തിനോട്? നോർട്ടൺ സർക്യൂട്ടിനോട്. അതായത് ഒരു വോൾട്ടേജ് സീരീസിന് ഈക്വലന്റ് ആയിട്ട് ഒരു വോൾട്ടേജ് സീരീസ് ആയിട്ട് ഒരു സർക്യൂട്ട് വരികയാണ്, റെസിസ്റ്റൻസ് വരികയാണ്. ഓക്കെ, അതിന് നമ്മൾ എന്താ പറയുക? നമ്മൾ തെവെനിൻസ് ഈക്വലന്റിൽ അതാണ് നമ്മൾ ഫൈനൽ ചെയ്യുന്നത് അല്ലെ. അതിന് ഈക്വലന്റ് ആയിട്ട് ഒരു കറണ്ട് സോഴ്സ് വിത്ത് പാരലൽ റെസിസ്റ്റൻസ് വരും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ടബിൾ ആണ്. അതായത് രണ്ടും ഈക്വലി കൺവേർട്ടബിൾ ആണ്. നമുക്കൊരു വോൾട്ടേജ് വിത്ത് സീരീസ് റെസിസ്റ്ററിനെ കറണ്ട് സോഴ്സ് വിത്ത് പാരലൽ ആക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഒരു കറണ്ട് സോഴ്സ് വിത്ത് പാരലൽ റെസിസ്റ്ററിനെ വോൾട്ടേജ് സോഴ്സ് വിത്ത് സീരീസ് റെസിസ്റ്റർ ആക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഈ സർക്യൂട്ടിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഈ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ VTH ഡിവൈഡഡ് ബൈ RTH ആയിരിക്കും. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് തിരിച്ച് ഈ വോൾട്ടേജ് സോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ വോൾട്ടേജ് സോഴ്സ് കിട്ടാൻ VTH എന്ന് പറയുന്നത് IN × RN ആയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി. ഇതിന് എന്ത് മനസ്സിലാക്കാം? ഇതിലെ RTH ഉം RN ഉം ഈക്വൽ വാല്യൂ ആയിരിക്കും. അപ്പൊ നമ്മൾ മിക്ക ക്വസ്റ്റ്യൻസിലും സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് ടോട്ടലി എന്തൊക്കെ നോക്കി? സർക്യൂട്ട് എലമെന്റ്സ് ഏതൊക്കെയാന്ന് നോക്കി. സർക്യൂട്ട്, പാത്ത്, നോഡ്, ബ്രാഞ്ച്, ലൂപ്പ്, ഇതൊക്കെ എന്താന്ന് മനസ്സിലാക്കി. പാസീവ് എലമെന്റ്സ് എന്താണ്, ആക്റ്റീവ് എലമെന്റ്സ് എന്താണ്, അതെല്ലാം മനസ്സിലാക്കി. ഇൻഡിപെൻഡന്റ് സോഴ്സ് എന്താണ് അല്ലെ? ഇൻഡിപെൻഡന്റ് സോഴ്സ് എന്താണ്? വോൾട്ടേജും കറണ്ടിനെയും ആ സർക്യൂട്ടിലുള്ള മറ്റു വോൾട്ടേജിനെയോ കറണ്ട്സിനെയോ ഡിപ്പെൻഡ് ചെയ്യാത്ത സോഴ്സസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സർക്കിളിലാണ്. പോസിറ്റീവ് നെഗറ്റീവ് സൈനോട് കൂടി റെപ്രസെന്റ് ചെയ്യുന്ന എല്ലാം വോൾട്ടേജ് സോഴ്സും ആരോ മാർക്കിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന എല്ലാം കറണ്ട് സോഴ്സും ആണ്. ഇനി ഡിപ്പെൻഡന്റ് സോഴ്സിൽ വരുമ്പോഴേക്കും ഈ പറയുന്ന 4 കോമ്പിനേഷൻസും ഉണ്ട് അല്ലെ. എന്താണ്? കറണ്ട് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, വോൾട്ടേജ് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്, കറണ്ട് ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ്, കറണ്ട് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്. അതിനെ നമ്മൾ ഫിഗർ വെച്ചിട്ട് അനലൈസ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ് അത് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യാം. എന്നിട്ട് മനസ്സിലാക്കുക ഏത് ടൈപ്പ് ഡിപ്പെൻഡന്റ് സോഴ്സ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ചിലപ്പോ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഒരു MCQ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഫിഗർ തന്നിട്ട് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അതേപോലെ ഐഡിയൽ ആൻഡ് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ ഇവിടെ ഐഡിയലി ആണെങ്കിൽ നമുക്കൊരു കോൺസ്റ്റന്റ് വോൾട്ടേജ് കിട്ടണം, ഡ്രോപ്പ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് 0 ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സിനുള്ളത്. പക്ഷെ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. ഒരു ചെറിയ റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടാവും, ലോ ഇന്റേണൽ റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടാവും. അതുകൊണ്ട് ഒരു ചെറിയ ഡ്രോപ്പ് ഉണ്ടാവും. ഡ്രോപ്പ് I × RS എന്നുള്ള ഡ്രോപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതുപോലെ ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് കറണ്ട് വേറെ പാത്തിൽ കൂടി ഒന്നും ഫ്ലോ ചെയ്യാൻ പാടില്ല. അപ്പൊ ഐഡിയലി ഇൻഫിനിറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് അതിനുള്ളത്. പക്ഷെ പ്രാക്ടിക്കലി ഹൈ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണുള്ളത്. കറണ്ട് ഒരു ബ്രാഞ്ചിൽ കൂടി പോയതിനു ശേഷം മാത്രം, ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ബ്രാഞ്ചിൽ കൂടി പോയതിനു ശേഷം മാത്രമേ നമുക്ക് പ്രാക്ടിക്കലി അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഇനി അതേപോലെ ഓരോ കൺസ്ട്രെയിൻസ്, അതായത് 2 വോൾട്ടേജ് സോഴ്സ് പാരലലി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സെയിം ആണെങ്കിൽ മാത്രമേ കണക്ഷൻ വാലിഡ് ആയിട്ടുള്ളൂ. അതേപോലെ 2 കറണ്ട് സോഴ്സ് സീരീസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ സെയിം ആംപിയർ ആണെങ്കിൽ മാത്രമേ അത് വാലിഡ് ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി കിർച്ചോഫ് ലോയിൽ 2 ലോസ് ഉണ്ട്, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോ എന്ന് പറയുന്ന കറണ്ട് ലോ ആണ്. കറണ്ട് ലോ നോഡൽ അനാലിസിസ് മെത്തേഡ് ബേസ് ചെയ്തിട്ടാണ്.
കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് അവിടെ ഒബേ ചെയ്യുന്നത്. കറണ്ട് എൻറ്ററിങ് എ നോഡ് ഇസ് ഈക്വൽ ടു കറണ്ട് ലീവിംഗ് ദ നോഡ്. നെക്സ്റ്റ് കിർച്ചോഫ് സെക്കൻഡ് ലോ, അതായത് കിർച്ചോഫ് വോൾട്ടേജ് ലോ, അതായത് ഒരു ലൂപ്പിനകത്തുള്ള സം ഓഫ് ഓൾ വോൾട്ടേജസ് ഇസ് ഈക്വൽ ടു 0 ആണ്. ലൂപ്പ് ആയതുകൊണ്ട് തന്നെ മെഷ് അനാലിസിസ് മെത്തേഡിലൂടെ ആയിരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. കൂടാതെ കൺസർവേഷൻ ഓഫ് എനർജി ആണ് ഇത് ഒബേ ചെയ്യുന്നത്. നെക്സ്റ്റ് ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഒരു റെസിസ്റ്റൻസിനെ എടുത്ത് കളയാണ്, റെസിസ്റ്റൻസ് ഈക്വൽ ടു 0. അപ്പൊ അതുവഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡ്രോപ്പ് ഒന്നുമില്ല, അപ്പൊ 0 വോൾട്ട് ആണ്. അപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് വിത്ത് 0 വോൾട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അടുത്തത് ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ അവിടെ കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവുന്നില്ല, പക്ഷെ ഒരു പൊട്ടൻഷ്യൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ കറണ്ട് ഫ്ലോ ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് വിത്ത് 0 ആംപിയർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് തെവെനിൻസ് തിയറം. അത് പറയുന്നത് എന്താണ്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിനെ നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് വിത്ത് സീരീസ് റെസിസ്റ്റർ ആയിട്ട് നമുക്ക് ഫോം ചെയ്യാം. അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈക്വലന്റ്, തെവെനിൻ ഈക്വലന്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ബിറ്റ്വീൻ 2 ഔട്ട്പുട്ട് ടെർമിനൽസ്. അതുപോലെ തെവെനിൻ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ് അപ്പിയറിംഗ് ബിറ്റ്വീൻ 2 ടെർമിനൽ വിത്ത് ഓൾ സോഴ്സ് റീപ്ലേസ്ഡ് ബൈ ഇന്റേണൽ റെസിസ്റ്റൻസ്. അതായത് വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്യുകയും കറണ്ട് സോഴ്സിനെ ഓപ്പൺ ചെയ്യുകയും ചെയ്യണം. ഇനി നോർട്ടൺസ് തിയറം. നോർട്ടൺസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഡ്യുവൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എ റെസിസ്റ്റീവ് സർക്യൂട്ട് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ വൺ കറണ്ട് സോഴ്സ് ആൻഡ് എ പാരലൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് ഈ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ്. ഇനി ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് തെവെനിനിൽ ചെയ്ത പോലെ തന്നെ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ടും കറണ്ട് സോഴ്സിനെ ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള റെസിസ്റ്റൻസ് അക്രോസ് ദി ഓപ്പൺ ടെർമിനൽ. ഓക്കെ, അപ്പൊ ഈ രണ്ട് തിയറംസും നമുക്ക് സോഴ്സ് ട്രാൻസ്ഫോർമേഷന് യൂസ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാന്നുള്ളതും ഞാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാം മെയിൻ പോയിന്റ്സ് ആണ്, ഈ PPT തന്നിരിക്കുന്ന എല്ലാം മെയിൻ പോയിന്റ്സ് ആണ്. അപ്പൊ അത് നോക്കുക. MCQയിൽ അങ്ങനത്തെ കൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ.